ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ബിനിയാനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇന്റലിജന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. എന്നാ ഒരെണ്ണം ചോദിക്കാം. ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ മാറണ്ട. അല്ല, കർക്കിടക മാസമാണ്. അതുകൊണ്ടാണ് ചളു അടിക്കരുത്. എന്നാ കർക്കിടക മാസത്തിന്റെ ബേസ് ഞാൻ പറയാം. ചോദിക്കൂ. മീനുകൾക്ക് പേടിയുള്ള ഡേ ഫ്രൈഡേ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. ചിക്കനൊക്കെ പേടിയാ, കോഴിക്കൊക്കെ പക്ഷെ പേടിയാ. മീനാണ് ഏറ്റവും പേടി എന്നാണ് പറയുന്നത്. എല്ലാവർക്കും പേടി. ശരിയാ. ഏത്തപ്പഴത്തിന് പോലും പേടിയാ. ഫ്രൈഡേ. അതെ. ചോദിക്കാം ഞങ്ങള് കർക്കിടക മാസത്തിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ വരുന്നതായിരിക്കും. അതെ. അശോക ചക്രം നേടിയ ആദ്യ വനിത ആരാണ്? അറിയത്തില്ല. അറിയില്ല. ഉത്തരം സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അല്ല, എനിക്ക് അറിയത്തില്ല. നീർജ ഭാനോട്ട്. നമുക്കറിയത്തില്ലായിരുന്നു. ചേട്ട സ്റ്റാൻഡേർഡ് ആയി പോയി. വളരെ ഇച്ചിരൂടെ സിമ്പിൾ ആക്കാവോ? സിമ്പിൾ ആക്കാം. ഏറ്റവും ആരോഗ്യകരമായ ഉപ്പ് ഏതാണ്? ഉപ്പോ? ഹിമാലയൻ അല്ല, റോക്ക് സോൾട്ട്. ഇന്ദുപ്പ്. അതെനിക്ക് മനസ്സിലാദ്യം വന്നു. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് കുറച്ചു. ഓക്കെ ഇപ്പൊ ഉള്ള സ്റ്റാൻഡേർഡിലുള്ളവരും കൂടെ ചോദിച്ചേ മതി അല്ലേ? ഇപ്പൊ ഉള്ളതിലെ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം മരിക്കുന്ന ജീവി. എട്ടുകാലി അല്ല, എട്ടുകാലി അല്ല, അത് ഉപേക്ഷിച്ച് മരിക്കുന്ന ജീവി. അല്ലല്ല, എനിക്കറിയാം. അത് എനിക്കും അറിയായിരുന്നു. പെൻഗിനല്ല. എനിക്കറിയായിരുന്നു അതിന്റെ ഉത്തരം. അയ്യോ, 1 2 മരിച്ചു. 3 എനിക്കും അറിയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു അതല്ല എനിക്കറിയാവുന്ന ഉത്തരം. പക്ഷെ അങ്ങനത്തെ ജീവികളുണ്ട്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ജീവികൾ. ചിലന്തി ഉപേക്ഷിച്ച് പോവാ ചെയ്യുന്നത്. ചിലന്തി ചത്തുപോകും പ്രസവിച്ച. ഇല്ല, ചത്തു പോകത്തില്ല. മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ച് പോവും ചിലന്തി. ചിലന്തിയും ചാവുന്നുണ്ട്. ആണോ? ശരി, നമുക്കങ്ങ് അംഗീകരിച്ചേക്കാം. മീനൂട്ടി, പനി വന്നാൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത എന്താണ്? പനി വന്നാല തണുത്ത വെള്ളം. കേക്ക്. അതെന്താ അങ്ങനെയാണ്? അത് കാരണം എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കരുത്. സ്ക്രീൻഷോട്ടിൽ എക്സ്പ്ലനേഷൻ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കരുത്. ഉത്തരം അതാണ്. ഉത്തരത്തിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അടുത്ത ആളിനെ വിളി. ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ പത്രത്തിലൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബഹിരാകാശത്ത് നിന്ന് ഇപ്പൊ അടുത്ത് പോയി വന്ന ഒരു ഇന്ത്യക്കാരനുണ്ട്. ഇന്നിപ്പോ ഇറങ്ങിയുള്ളൂ. വലിയ മുട്ടയിൽ വന്ന് ഇറങ്ങി. ആരാ? മുട്ടയെന്ന് ഇറങ്ങിയോ? വലിയൊരു മുട്ട പോലെ സാധനത്തിൽ ശുഭാംശു. മൊത്തം പറ. മൊത്തം പേര് ഓർമ്മയില്ല. ശുഭാംശു ശുക്ല. അതെ, കൈയടിച്ചേക്കാം. ഞങ്ങൾ പത്രം എന്നും വായിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ അമ്മ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഞാൻ പത്രം വായിക്കുന്നതിലൂടെ അറിയുന്നത്. പിന്നെ അവിടെ സ്പേസ് വെച്ചിട്ട് മറ്റേ നമ്മുടെ മോദിജിയുമായിട്ട് സംസാരിച്ചു. അതൊക്കെ കണ്ട ഒരു വലിയ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. കണ്ടോ? അതെ, ഈ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ആൻസർ ചെയ്തത്. ഫ്രണ്ട്സിനായിട്ട് ഇങ്ങനെ നോക്കിയിട്ട്. എന്നാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കേൾക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഉണ്ടാക്കാൻ പറ്റും, കാണാൻ പറ്റില്ല. വഴക്ക്. ഒച്ച. അത് കാണാനോ? ഒച്ച. സൗണ്ട്. സൗണ്ട്.